നമസ്കാരം. സ്പേസ്മാൻ ആരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഒരു നിമിഷം മതി നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാവും. പാവം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി സാറിൻ്റെ DCC പ്രസിഡന്റ് സ്ഥാനം ഒരു ഫോൺ കാൾ വഴി അങ്ങ് തെറിച്ചു. അദ്ദേഹം 2026 തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ രക്ഷിക്കണം അല്ലെങ്കിൽ അതെങ്ങനെ വിജയിപ്പിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് തന്നെ കീഴിൽ വരുന്ന തിരുവനന്തപുരത്ത് ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു പോയ ഒരു 1-2 വാചകങ്ങൾ അങ്ങനെ ലീക്കായി വൈറലായി അങ്ങനെ നാറ്റിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പോയി. ആ ബ്ലോക്ക് പ്രസിഡന്റിനോട് എങ്ങനെ പ്രവർത്തിക്കണം, എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി, വെറുതെ ഇരുന്നാൽ പോരാ, എല്ലാ വീടുകളിലും കയറി നന്നായി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രവി സാറിനെ വിളിക്കുകയാണ് ഒരു മീറ്റിങ്ങിനൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയായിരുന്നു. അതങ്ങ് പറഞ്ഞ് നാക്കുള്ളിലെ കിട്ടില്ല, ഉടനെ അത് സോഷ്യൽ മീഡിയയിൽ വരുന്നു. അത് വേണ്ട 1-2 വാചകങ്ങൾ മാത്രം ശത്രുപക്ഷത്ത് കിട്ടുന്നു. അവരതാണ് കൊണ്ടാടി സോഷ്യൽ മീഡിയയും. പിന്നെ ശത്രുപക്ഷത്ത് കിട്ടിയാൽ പ്രത്യേകിച്ചും മറുപക്ഷ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് വെറുതെ കൊടുക്കും. അവർ കിട്ടിയ അവസരം മുതലാക്കി. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഫോണിൽ സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവാൻ പോകുന്ന ഫലം ഇതായിരിക്കുമെന്ന് എല്ലാവരും കരുതിയിരിക്കണം. ഈ വാർത്ത പുറത്തു വന്നത് നമ്മൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവർ മറ്റ് സോഷ്യൽ മീഡിയ കൊണ്ടാടുന്ന സോഷ്യൽ മീഡിയക്കാരും വമ്പൻ പ്രചരണം കൊടുക്കുകയാണ്. കാരണം 2026 ഇടതുപക്ഷം തന്നെ ഭരണം തുടരും. BJP ഏതാണ്ട് 50ഓളം സീറ്റുകളിൽ വലിയ വോട്ട് പിടിച്ച് നമ്മളെ തോൽപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു പോവാണ്. അത് ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു പോയതാണ്. ആ ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിച്ചു. വാർത്ത കേട്ടത് പാലോട് രവിയും അന്നം വിട്ടുപോയി. പ്രത്യേകിച്ചും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം VD സതീശനൊക്കെ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കുപ്പായം ധരിപ്പിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. യുവസുഖങ്ങളെ സജ്ജമാക്കി രാവും പകലും പണിപ്പെട്ട് എങ്ങനെ വന്നാലും ഇനി ജയിച്ചു മതിയാവും. കാരണം 10 വർഷം ഭരണമില്ല. ഇനി വീണ്ടും ഒരു 5 വർഷം കൂടെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ആ പാർട്ടിയുടെ സ്ഥിതി എന്താകുമെന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇടുക്കി പോലെ ഈ ഒരു സംഭവങ്ങൾ വന്നത്. അത് സംസ്ഥാനത്തെ തലസ്ഥാനത്തെ DCC നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആകെ പരിഭ്രമിച്ച് വശരായി. പിന്നെ ഉടൻ വേറൊന്നും ആലോചിച്ചില്ല, അങ്ങ് രാജി സമർപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു. ബാക്കി കഥയൊക്കെ നമുക്ക് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഫോണിൻ്റെ അങ്ങേ തരത്തിലുണ്ടായിരുന്ന ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള ജലീൽ എന്നുള്ള ആ സുഹൃത്തിനെയും പാർട്ടിയിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. അത് സംഭവിച്ചു പോയി. ഇനി മറ്റൊന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് ഈ അക്ഷരാഭ്യാസം ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ പോരാ. എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തെല്ലാം ജാഗ്രതയോടുകൂടി സംസാരിക്കണം, മറുതലത്തിലുള്ള ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് സംസാരിക്കേണ്ടത്, വളരെ ആവേശത്തിലോ വൈകാരികമായോ പറഞ്ഞു പോകുന്ന വാചകങ്ങളോ വാക്കുകളോ ഒരു സെക്കൻഡിനുള്ളിൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പ്രത്യേകിച്ചും പൊതുപ്രവർത്തന രംഗത്തുള്ളവരെന്ന് മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് ബാധകമാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് സ്വകാര്യമായോ വൈകാരികമായോ ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. അതിലും ജാഗ്രത വേണം. ഈ കാലത്ത് നമ്മളോട് വന്ന് സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ അത് രഹസ്യമായ ചെറിയ ഒരു ക്യാമറ വെച്ചിട്ട് പോലും ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളുള്ള ഫോണുകളും ഉപകരണങ്ങളും ഉള്ള ടെക്നോളജി അത്രമാത്രം വികസിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ വേണം സംസാരിക്കാൻ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഫോണിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ ചില സെറ്റിങ്സ് ഉണ്ട്. നമുക്കൊരു കോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ കോൾ റെക്കോർഡിംഗ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കാണാൻ ആരെങ്കിലും പിന്നെ ഹാക്ക് ചെയ്യുന്നുണ്ടോ, ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഡിവൈസായിട്ട് വേറെ ഏതെങ്കിലും ഡിവൈസ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ഫോണിൽ സൗകര്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം.
അതിനകത്ത് പോയി സെറ്റിങ്സിൽ പോയിട്ട് ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വേറെ ഏതെങ്കിലും ഡിവൈസ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും ഓഡിയോ സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതും ആ ലിങ്ക്ഡ് ഡിവൈസിൽ കാണാനായിട്ടുള്ള സൗകര്യവും അത് അവർക്ക് ദുരുപയോഗം ചെയ്യാനും പറ്റും. അത് കരുതിയിരിക്കണം. ഇനി വാട്സപ്പ് പോലെയുള്ള മീഡിയ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസും ഓഡിയോ കോളുകളൊക്കെ തന്നെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യപ്പെടാനോ ഹാക്ക് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിലും കൊണ്ട് അതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതിൽ സെറ്റിങ്സിൽ പോയി അഡ്വാൻസ് സെറ്റിങ്സിൽ പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കണം. പറഞ്ഞു തന്നത് ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഞങ്ങൾ ഒരേ ജാതിക്കാരാണ്, മതക്കാരാണ്, ഒരേ പാർട്ടിക്കാരാണ്, ഒരേ വീട്ടുകാരാണ്, വളരെ അടുത്ത കൂട്ടുകാരാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കഴിക്കാലമാണ്. ആരെ വേണമെങ്കിൽ കുതികാൽ വെട്ടാം, വഞ്ചിക്കാം. ഇതാണിതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവനവനസം വാടുന്ന കാലമാണ്. മറ്റൊരിസങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രദ്ധാപൂർവം ഈ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോൺ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അങ്ങേതല്ലെങ്കിൽ ആരാണെന്നുള്ള ബോധ്യം വേണം. അതനുസരിച്ച് മാത്രമേ സംസാരിക്കാവൂ, പ്രവർത്തിക്കാവൂ. ഇനി എത്രയൊക്കെ ജാഗ്രത എടുത്താലും തലവിധി മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ പാലോടിനെ വേണ്ടിയിട്ട് തലവിധി മാറ്റാൻ പറ്റിയില്ലല്ലോ. അത് സ്ഥാനം തെറിച്ചു പോയില്ലേ. പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനം പോയി. പാർട്ടിയെ നന്നാക്കാൻ തുടങ്ങി. പാർട്ടിയിൽ നിന്നും തന്നെയുള്ള സ്ഥാനം തെറിച്ചു പോയ അവസ്ഥയിലെത്തിപ്പോയി. ഇനി പാലോട് രവി പറഞ്ഞ കാര്യം 2026 സംഭവിക്കില്ല എന്നൊന്നും കരുതണ്ട കേട്ടോ. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ ഉണ്ട് താൻ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പാലോട് രവിയുടെ പാർട്ടി ഇനി അദ്ദേഹത്തിന് ഉൾക്കൊള്ളൂ പറയില്ല, എന്തായാലും തിരിച്ചെടുക്കുമായിരിക്കും. കാരണം കാര്യങ്ങൾ അതിൻ്റെ ഫുൾ ശബ്ദ സംഭാഷണത്തിൻ്റെ രേഖയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമുക്കൊക്കെ വ്യക്തമാണ്. അത് അവർക്ക് കൊള്ളാം. പാർട്ടി പ്രവർത്തിച്ചാൽ നന്നായി പ്രവർത്തിച്ചാൽ. കാരണം 10 വർഷത്തോളം ഭരണത്തിലില്ലാതിരുന്ന പാർട്ടിയാണ്. ഇനി ഒരു 5 വർഷം കൂടെ ഭരണം കിട്ടാതിരുന്നാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വി ഡി സതീശനെ പോലുള്ള നേതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തീർച്ച. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞത് കാര്യമാക്കണം. നന്നായി പണിയെടുത്തോളൂ. ചിലപ്പോൾ ജയിക്കാം. പക്ഷേ തലവിധിയായി തുടരും എന്ന് മാത്രം പറയട്ടെ. തമാശ കേട്ട കോൺഗ്രസ്സുകാർക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. പറയുന്നത് നമ്മൾ പറഞ്ഞതേ പറ്റും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.